ഇന്നത്തെ എപ്പിസോഡിൽ ശ്രുതിയുടെ അച്ഛൻ മരിച്ചു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കേൾക്കുന്നത് കേട്ടോ. അതായത് ശ്രുതിയുടെ പ്ലാനിങ്, ശ്രുതിയും വീരാനിക്കയും മീരയും കൂടിയിട്ടുള്ള പ്ലാനിങ് പ്രകാരം ശ്രുതിയുടെ അച്ഛനെ അവരങ്ങോട്ട് കൊല്ലുകയാണ്. അങ്ങനത്തെ ഒരു ത്രില്ലിങ് എപ്പിസോഡാണ്. സച്ചിയും രേവതിയും ഇവിടേക്ക് മലേഷ്യക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ ഡ്രാമയാണ് ശ്രുതി കളിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ, ഇന്നത്തെ ചെമ്പനീർപ്പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സച്ചിക്ക് രേവതിക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് ശ്രുതി പറയണതും പ്രവർത്തിക്കുന്നതും മുഴുവൻ കള്ളത്തരാണ്. ശ്രുതിക്ക് അങ്ങനെ ഒരു മലേഷ്യ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവർ മലേഷ്യക്ക് പോകാം എന്നുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതറിയുന്ന ശ്രുതി ഇവരുടെ മലേഷ്യൻ പോക്ക് എങ്ങനെയെങ്കിലും തടയാൻ വേണ്ടിയിട്ട് എന്തോ ഒരു പ്ലാൻ ഇട്ടിട്ടാണ് മീരയുടെ വീട്ടിൽ പോകുന്നത്. മീരയുടെ വീട്ടിൽ പോകുന്ന ശ്രുതി അവിടെ വെച്ചിട്ട് നമ്മുടെ ബീരാനിക്കയെ വിളിച്ചു വരുത്താണ്. ബീരാനിക്കയാണല്ലോ ശ്രുതിയുടെ ഇളയച്ചനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ബീരാനിക്കയെ വിളിച്ചു വരുത്താണ്. ബീരാനിക്ക ശ്രുതിനെ കാണുമ്പോൾ ഇനി എനിക്ക് ഒന്നിനും പറ്റില്ല, നീ കാരണം എനിക്കിപ്പോൾ സമാധാനമായിട്ട് ജോലി ചെയ്യാൻ പറ്റാതായി തുടങ്ങി, എനിക്കൊരു കുടുംബമുണ്ട്, ഞാനിപ്പോൾ പേടിച്ചിട്ടാണ് എൻ്റെ കടയിൽ വർക്ക് ചെയ്യണത്, ഏത് സമയത്താണ് സച്ചി രേവതി അങ്ങോട്ട് വരിക എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ അത്രയും ഭയന്ന് വരച്ചിട്ടാണ് ഞാൻ അവിടെ വർക്ക് ചെയ്യണത്, അതുകൊണ്ട് ഇനി എനിക്ക് ഒന്നിനും പറ്റില്ല ശ്രുതി, നീ വെറും ഫ്രോഡാണ് എന്നൊക്കെ പറയാണ് ബീരാനിക്ക. പക്ഷേ ബീരാനിക്കാനെ സാർ ഇനി ഞാൻ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല സാർ, ഇങ്ങനെ ഒരു സഹായങ്ങളും ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും മീരയും ഒരുപോലെ കാല് പിടിക്കുന്ന പോലെ അപേക്ഷിച്ചിട്ട് അങ്ങനെ ബീരാൻ ശ്രുതിയുടെ അടുത്ത കള്ളത്തരത്തിനും കൂടി കൂട്ടി നിൽക്കണം. പക്ഷേ അടുത്ത കള്ളത്തരം എന്താണെന്ന് നമ്മളോട് പുറമെ അവർ പറയണില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ അവർ തമ്മിലുള്ള പ്ലാനിങ് മാത്രമേ നമുക്ക് അറിയുള്ളൂ, അതെന്താണെന്ന് നമുക്ക് വ്യക്തമല്ല. അത് കഴിഞ്ഞ് ബീരാനിക്ക ശരി, ഈ ഒരു തവണ കൂടി ഞാൻ ചെയ്യാം, ഇനി എന്നെ നിർബന്ധിക്കരുത് പറയുമ്പോൾ ഇല്ല, ഇത് ലാസ്റ്റ് തവണ, ഇനി നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ശ്രുതിയും മീരയും കൂടി ബീരാനെ തിരിച്ചു വിടുന്നത്. അത് കഴിഞ്ഞു ചന്ദ്രോദയത്തിൽ പിറ്റേ ദിവസം ശ്രുതി ഇങ്ങനെ അവിടെ വന്ന് നിൽക്കുകയാണ്. എന്താ ബീരാനെ കാണാത്ത, ബീരാൻ വരാമെന്ന് പറഞ്ഞ സമയമായാലും എന്താ കാണാത്തതെന്നൊക്കെ വിചാരിച്ചിട്ട് ശ്രുതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് ശ്രുതി വന്നിട്ട് ചോദിക്കേണ്ട, എന്താ ശ്രുതി നീ ഇങ്ങനെ ആലോചിക്കുന്നത് ചോദിക്കുമ്പോൾ ശ്രുതി പെട്ടെന്ന് പറയാണ്, എനിക്ക് ഒരു വർക്ക് വന്നിട്ടുണ്ട് എറണാകുളത്ത്, അത് എടുക്കണ്ടേ എന്നാണ് ശ്രുതി ആലോചിക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയും, എന്തിനാ എടുക്കില്ല എന്ന് വിചാരിക്കണം, നല്ല പേയ്മെൻറ്റ് കിട്ടുന്ന വർക്കാണെങ്കിൽ അത് എന്ന് പറയുമ്പോൾ പറയും, അല്ല അന്ന് തന്നെ എനിക്ക് വേറൊരു കല്യാണ വർക്ക് കൂടി ഉണ്ടേ പറയുമ്പോൾ ശ്രുതി പറയും, നമുക്ക് എവിടെ കൂടുതൽ പൈസ കിട്ടണമെന്ന് വെച്ചാൽ മറ്റത് ക്യാൻസൽ ചെയ്തിട്ട് പൈസ കൂടുതലുള്ളത് എടുക്കുക, അങ്ങനെ ചെയ്യാം ശ്രുതി എന്ന് പറയുമ്പോൾ ശ്രുതി അങ്ങനെ ചെയ്യാമല്ലേ, ഞാനപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുകയായിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ തടി തപ്പാണ്. പക്ഷേ ശ്രുതിയുടെ മനസ്സിൽ എന്താണെന്നറിയോ, ബീരാൻ വരേണ്ട സമയമായി, എന്താ ബീരാനിക്കനെ കാണാത്തെന്നുള്ള ആ ഒരു ചിന്തയാണ് ശ്രുതിയുടെ മനസ്സിൽ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ഹാളിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കോളിംഗ് ബെല്ലടിക്കുകയാണ്. കോളിംഗ് ബെല്ലടിക്കുമ്പോൾ ശ്രുതി വിചാരിക്കുകയാണ് ആ ബീരാനാവും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് രവീന്ദ്രൻ വന്നിട്ട് വാതിൽ തുറക്കുമ്പോൾ പോലീസുകാരനാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. എന്താ സാർ ചോദിക്കുമ്പോൾ ഞാൻ പാസ്പോർട്ട് എൻക്വയറിക്ക് വന്നതാണ് പറയുമ്പോൾ, ആ വരൂ സാർ കയറി ഇരിക്കും പറഞ്ഞിട്ട് പോലീസുകാരനെ അകത്തേക്ക് വിളിച്ചിട്ട് സോഫയിൽ ഇരുത്താണ് രവീന്ദ്രൻ. അപ്പോഴത്തേക്കും സച്ചി രേവതിയും സച്ചിയേട്ടാ അതാ വാ പറഞ്ഞിട്ട് രേവതി സച്ചിനെ വിളിച്ച് സച്ചി രേവതിയും വരുന്നുണ്ട്. ശ്രുതിൻ്റെ ഹോളിൽ പിന്നെ ചന്ദ്രമതിയുണ്ട്, എല്ലാവരും എത്തി. എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോൾ ശ്രുതി ഇങ്ങനെ പേടിച്ചിട്ടാണ് എന്തെങ്കിലും ശ്രുതി മനസ്സിൽ വിചാരിക്കണം, ദൈവമേ ഇനി പോലീസുകാരുള്ള സമയത്ത് എങ്ങാനും ബീരാൻ വരുമോ, അവർ തമ്മിൽ പരിചയമുള്ളവരാവോ, ആണെങ്കിൽ എന്നാൽ പെട്ടു എന്നാൽ എൻ്റെ കള്ളക്കളി മുഴുവൻ പുറത്താവും എന്നുള്ള ടെൻഷനായി ശ്രുതിക്ക്. അങ്ങനെ പോലീസുകാരൻ വന്നു. ചന്ദ്രമതി, രവീന്ദ്രൻ, സച്ചിദാനന്ദൻ, രേവതി, നിങ്ങൾക്ക് 4 പേർക്കല്ലേ അതേ പറയുമ്പോൾ നിങ്ങളിപ്പോൾ എന്തിനാ പാസ്പോർട്ട് എടുക്കണമെന്ന് ചോദിക്കുമ്പോൾ പറയണം, ഞങ്ങൾക്ക് മലേഷ്യക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് എന്നൊക്കെ പറയണ രവീന്ദ്രൻ. ശരി, നിങ്ങളുടെ എല്ലാവരുടെയും ആധാർ കാർഡ് കൊണ്ടുവരുമോ പറയുമ്പോൾ ശരി, രേവതിയോട് സച്ചി പറയണ, രേവതി നമ്മുടെ ആധാർ കാർഡ് എടുത്തിട്ട് വാ പറയുമ്പോൾ രവീന്ദ്രൻ ചന്ദ്രയോട് പറയും, ചന്ദ്രയെ ആധാർ കാർഡ് എടുത്തിട്ട് വാ പറയണം. അങ്ങനെ അവർ ആധാർ കാർഡൊക്കെ എടുക്കുമ്പോൾ ശ്രുതിക്ക് ശരിക്കും മനസ്സിലായി ഇവർ മലേഷ്യക്ക് പോകാനുള്ള പ്ലാനിങ് ആണെന്ന് തന്നെ ശ്രുതിക്ക് ശരിക്കും മനസ്സിലായി കേട്ടോ. ആ സമയത്താണ് പെട്ടെന്ന് ബീരാൻ്റെ കാറ് വന്നിട്ട് ചന്ദ്രോദയത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടത്. കാറിൽ നിന്ന് ഇറങ്ങണ ബീരാൻ വലിയ സിനിമ സ്റ്റൈലിലൊക്കെ കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഡ്രൈവറോട് പറയണം, അനിയ ഒരു 10 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യേ, വണ്ടി തിരിച്ചിട്ടോ, 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പോവാട്ടോ എന്ന് പറഞ്ഞിട്ട് ഡ്രൈവറോട് പറഞ്ഞിട്ട് ബീരാൻ അങ്ങനെ കയറാൻ തുടങ്ങണം. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ വിചാരിക്കുകയാണ്, ദൈവമേ പോലീസുകാരുള്ള സമയത്ത് ഇനിയിപ്പോൾ അയാൾ എഴുന്നള്ളൂ എന്ന് ചോദിക്കുമ്പോഴേക്കും ബീരാൻ വന്നു. സിറ്റ് ഔട്ടിൽ വന്ന് അകത്തേക്ക് കയറുന്ന സമയത്താണ് പെട്ടെന്ന് പോലീസുകാരെ ശരി എന്നാൽ ഞാൻ ഇറങ്ങട്ടെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങണത്. അങ്ങനെ ഇറങ്ങണ ഇറക്കത്തിൽ ബീരാൻ കയറി വരുന്ന എൻട്രിയും പോലീസുകാർ ഇറങ്ങണ എൻട്രിയും ഒരുപോലെയാണ്. അപ്പോൾ പോലീസുകാരൻ പെട്ടെന്ന് ബീരാനെ കാണുമ്പോൾ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. പോലീസുകാരനെ കാണുമ്പോൾ ബീരാനെ ആകെ പേടിക്കണം. ബീരാൻ എന്നിട്ട് വിചാരിക്കണം, ഇതിപ്പോൾ എന്തിനാ ഇയാൾ ഇങ്ങോട്ട് വന്നേക്കണേ, ദൈവമേ ഇതിപ്പോൾ എന്താ പുലിവാല്, ശ്രുതി വല്ല എടാക്കൂടെ ഒപ്പിച്ചോ, ഈശ്വര എന്നെ അയാൾക്ക് എങ്ങനെ മനസ്സിലാവോ, കഴിഞ്ഞു എന്നൊക്കെ അങ്ങനെ ആകെ പരിങ്ങി നിൽക്കണ ബീരാനെ നോക്കിയിട്ട് പോലീസുകാരൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി ഓടി വന്നിട്ട് പറയണ,
ഇതെൻ്റെ മരുമോളുടെ ഇളയച്ചനാണ്, മലേഷ്യയിലാണെന്നൊക്കെ പറയുമ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയണ പോലീസുകാർ. അപ്പോൾ കാണാൻ സാധ്യതയില്ല സാർ, അദ്ദേഹം മലേഷ്യയിലാണ് എന്നൊക്കെ പറയണ ചന്ദ്രമതിയും ശ്രുതിയൊക്കെ കൂടിയിട്ട്. അങ്ങനെ ഒരു സാധ്യതയില്ല പറയുമ്പോൾ പോലീസുകാരൻ വീണ്ടും പറയും, അല്ല ഞാൻ ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ടെന്നേ എന്നൊക്കെ അങ്ങനെ പറയണം. അപ്പം ബീരാൻ ദൈവമേ കുഴഞ്ഞു കണ്ടുപിടിച്ചു എന്നൊക്കെ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് അവിടെ ചന്ദ്രമതി രവീന്ദ്രനൊക്കെ കൂടി രക്ഷയ്ക്കെത്തണം. ഇല്ല സാർ, കാണാൻ വഴിയില്ല, അദ്ദേഹം നാട്ടിലെ ഇല്ലാത്ത വ്യക്തിയാണ് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം മലേഷ്യയിലാണ്, അദ്ദേഹത്തിന് ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ അയാളും ശരി എന്നാൽ ഞാൻ ഇറങ്ങട്ടെ പണ്ട് പോലീസുകാരൻ അങ്ങനെ അവിടുന്ന് പോവാണ്. അപ്പം അങ്ങനെ തൽക്കാലം രക്ഷപ്പെട്ടേക്കാണ് ബീരാനും ശ്രുതിയും കേട്ടോ. അത് കഴിഞ്ഞ് ശ്രുതിയുടെ ഇളയച്ചനാണെന്ന് പറഞ്ഞിട്ടാണല്ലോ വന്നേക്കുന്നത്. ഇളയച്ചൻ അകത്തേക്ക് കയറി ഇരിക്കുക പറയുമ്പോൾ അങ്ങനെ അദ്ദേഹം വന്ന് സോഫയിലിരിക്കുമ്പോൾ ചോദിക്കും, ചന്ദ്രമതി പറയും, അയ്യോ ഞാനും രേവതി സച്ചിയൊക്കെ കൂടിയിട്ട് രവിയേട്ടനൊക്കെ കൂടിയിട്ട് മലേഷ്യക്ക് വരെ ഇരിക്കുകയായിരുന്നു, ഇളയച്ചൻ എന്താ പെട്ടെന്നൊരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയണ ശരിയാണല്ലോ, ഇളയച്ചൻ എന്താ പറയാതെ വന്നേ, ശ്രുതി നീ അറിഞ്ഞില്ല ഇളയച്ചൻ വന്നത് ചോദിക്കുകയാണ്. ചന്ദ്രമതി ഇല്ല ആൻറ്റി, എന്നോട് പോലും പറഞ്ഞില്ല, എന്താ ഇളയച്ച പറയാതെ വന്നേ എന്നൊക്കെ ചോദിക്കുകയാണ്. ശ്രുതി ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുകയാണ് കേട്ടോ. അപ്പം തന്നെ രേവതിക്കും സച്ചിക്കും ഒരു സംശയം ഉണ്ട്, അവർ പരസ്പരം മുഖത്തേക്ക് നോക്കണ്ട. അപ്പം ഇളയച്ചൻ വന്നിട്ട് പറയണ്ട, എനിക്കങ്ങനെ വരേണ്ടി വന്ന്, എനിക്കൊരു കാര്യം പറയണ്ട, കാര്യം കേട്ടിട്ട് നിങ്ങളാരും ഞെട്ടട്ടെ, ശ്രുതി മോള് വിഷമിക്കരുത് എന്നൊക്കെ പറയണം. അപ്പോൾ ശ്രുതി എന്താ ഇളയച്ച കാര്യം പറയും, എനിക്കാകെ പേടിയാവണം, എന്താ ഇളയച്ച എന്നൊക്കെ അങ്ങനെ ചോദിച്ചിട്ട് ഓവർ ആക്ടിങ് ആണ് ശ്രുതി. അപ്പോൾ ഇതൊക്കെ കണ്ട് പകച്ച് നിൽക്കാനിട്ട് രേവതി സച്ചിൻ ചന്ദ്രമതി രവീന്ദ്രനൊക്കെ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്താ കാര്യം വെച്ചാൽ പറയുന്നുണ്ട്. ശ്രുതിയും പറയുന്നുണ്ട്, എന്താ ഇളയച്ച കാര്യം എന്താ വെച്ചാൽ പറയുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇളയച്ചൻ പറയുന്നുണ്ട്, ഞാനത് എങ്ങനെ നിങ്ങളോട് പറയാതിരിക്കുക എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഡബിൾ ആക്ഷനിലാണ് ആൾ സംസാരിക്കുന്നത്. അപ്പോൾ ശ്രുതി പറയും, എന്താ ഇളയച്ച എന്താണെങ്കിലും പറയേ, എനിക്ക് പേടിയാവണം, എന്താ ഇളയച്ച എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ബീരാനൊക്കെ പറയുന്നുണ്ട്, ഞാൻ പറയട്ടെ മോളെ, നീ വിഷമിക്കരുത്, എന്താ ഇളയച്ച കാര്യം പറയുമ്പോൾ നിൻ്റെ അച്ഛൻ ജയിലിലല്ലേ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനെ എല്ലാവരും കൂടി ചതിച്ചിട്ടാണല്ലോ ജയിലിൽ അടച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറയണം. അപ്പോൾ ഇളയച്ചൻ എല്ലാവരോടും കൂടി തിരിഞ്ഞിട്ട് പറയാണ്, ശ്രുതിയുടെ അച്ഛൻ ജയിലിലായിരുന്നില്ല, അദ്ദേഹത്തെ ചതിച്ച് ജയിലിലാക്കിയതല്ലേ, അദ്ദേഹത്തിന് അടുത്ത മാസം ജാമ്യം കിട്ടാനിരുന്നതാണ്, ജാമ്യം കിട്ടിയിട്ട് അദ്ദേഹം പുറത്തിറങ്ങി ചതിച്ച ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമായാലോ എന്ന് വിചാരിച്ചിട്ട് ഇവരൊക്കെ കൂടി ജയിലിൽ വെച്ചിട്ട് അദ്ദേഹത്തിനെ കൊന്നു എന്ന് പറയാണ്. ആരെയെന്നറിയോ, നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ്റെ ശത്രുക്കളെല്ലാവരും കൂടി ജയിലിൽ വെച്ചിട്ട് കൊന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ് അവിടെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത് ബീരാനിക്ക് ശ്രുതിയും കൂടിയിട്ട്. അപ്പോൾ ശ്രുതി കേൾക്കുമ്പോൾ എന്താ ഇളയച്ച പറഞ്ഞേ വെച്ചിട്ട് അങ്ങോട്ട് തട്ടിയിടാണ് ബീരാനെ കേട്ടോ. ആ ഷോക്കിൽ കേട്ട ഷോക്ക് പോലെ ബീരാനെ തട്ടിയിടാണ്. അപ്പോൾ ബീരാൻ കോണിയുടെ അവിടെ പോയി വീഴാണ്. അപ്പോൾ എന്താ ശ്രുതി കാണിക്കണം ചോദിച്ചിട്ട് എല്ലാവരും കൂടി പോയി ബീരാനെ പിടിച്ച് നീപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്താ ഇളയച്ച പറഞ്ഞേ എൻ്റെ അച്ഛൻ മരിച്ചു, എൻ്റെ അച്ഛനെ കൊന്നൂന്നേ, ദൈവമേ ഞാൻ ഇതെങ്ങനെ സഹിക്കും ഈശ്വര, ഞാനിതെന്താ ചെയ്യുക, ഞാനിതെങ്ങനെ സഹിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ബീരാനോട് പോയിട്ട് ചോദിച്ചിട്ട് ശ്രുതി ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഇത് കേട്ട ചന്ദ്രമതി ആകെ ഞെട്ടിയിട്ട് പൊട്ടിക്കരയാണ്, ഈശ്വര ഞാനിതെങ്ങനെ സഹിക്കും, ദൈവമേ ഒരു കോടീശ്വരനാണല്ലോ മരിച്ചേക്കണ്, എന്ത് പറ്റി അദ്ദേഹത്തിന്, ആരായി ദ്രോഹം ചെയ്തതെന്നൊക്കെ ചോദിച്ചു ചന്ദ്രമതിയുടെ ഓസ്കാർ അഭിനയം അപ്പുറത്ത് കൂടെ നടക്കുന്നുണ്ട്. ശ്രുതി തല്ലി അറിഞ്ഞിട്ടാണ് കരയണത്. അപ്പോൾ ബീരാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ പറയണ്ടോ, എന്തൊരു ഓസ്കാർ അഭിനയം ഇവള് വല്ല സിനിമയിലൊക്കെ അഭിനയിക്കുകയാണെങ്കിൽ അവളെ ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് കൊണ്ടായിരുന്നു എന്നൊക്കെ അങ്ങനെ ബീരാൻ പറയുന്നുണ്ട് മനസ്സിലേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആകെ പകച്ച് നിൽക്കുകയാണ് നമ്മുടെ സച്ചി രേവതി. ഇതൊക്കെ സത്യമാണോ യാഥാർത്ഥ്യമാണോ എന്ന് സച്ചിക്കും രേവതിക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. രവീന്ദ്രനും ശ്രുതിയൊക്കെ ഇത് കേട്ടിട്ട് ആകെ നെഞ്ചത്ത് കൈ വെച്ചിട്ടിരിക്കുകയാണ്. ദൈവമേ ഇതിപ്പോൾ എന്താ ഇങ്ങനെ സംഭവിച്ചു, ഈശ്വര മരിച്ചോ? അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്, ഈശ്വര ഞങ്ങൾക്കൊന്നും കാണാനുള്ള ഭാഗ്യം പോലും ഉണ്ടായില്ലല്ലോ, ദൈവമേ പോയല്ലോ, ഇതെങ്ങനെ ഞാൻ സഹിക്കും എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബീരാൻ പറയുന്നുണ്ട്, ഇന്നൊന്നല്ല മരിച്ചത്. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞിട്ട്, ശ്രുതി നീ വേഗം ശ്രുതിനെയും കൂട്ടിയിട്ട് മലേഷ്യക്ക് പോ, അവൾക്ക് അവളുടെ അച്ഛനെ ഒന്ന് കാണണ്ടേ, ശ്രുതിനെയും കൂട്ടിയിട്ട് മലേഷ്യക്ക് പോകുമെന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പെട്ടെന്ന് ദൈവമേ പെട്ടു, ഇനിയിപ്പോൾ ഞാൻ മലേഷ്യക്ക് പോകേണ്ടി വരുമോ, കരയണേൻ്റെ ഇടയിൽ കൂടെ എന്നിട്ട് ആലോചിച്ചിട്ട് പറയാണ്. അപ്പോൾ ബീരാൻ തന്നെ രക്ഷിക്കും. ബീരാൻ പറയാണ്, ശ്രുതി വന്നിട്ടും കാര്യമൊന്നുമില്ല, മരിച്ചിട്ട് 2 ആഴ്ചയായി, അവർ ഞങ്ങളോട് പറഞ്ഞില്ല, കാരണം എന്താ വെച്ചാൽ ജയിലിൽ വെച്ചിട്ട് മരിച്ചു എന്ന് വെച്ചാൽ അത് ജയിലുകാർക്ക് മോശമല്ലേ, അവർ പറഞ്ഞില്ല, എല്ലാം കഴിഞ്ഞു, ശവസംസ്കാരം എല്ലാം കഴിഞ്ഞു, ഞാനിതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയണം. അപ്പോൾ സച്ചി പറയും, ഈ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടാവണ്ടല്ലേ, നിങ്ങളെന്താ ഇപ്പം ഇങ്ങോട്ട് പോകുന്നത് ചോദിക്കുമ്പോൾ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു സച്ചി, എനിക്കിത് തീരെ വിശ്വാസമല്ലേ പറയുമ്പോൾ, വിശ്വസിക്കണം സച്ചി, ഞാനെന്തിനാ എൻ്റെ ഏട്ടൻ മരിച്ചു എന്ന് നിങ്ങളോട് എല്ലാവരോടും കള്ളം പറയണേ, എൻ്റെ ഏട്ട പന്തി ഇരുന്ന് കരയണം. അപ്പോൾ ശ്രുതിയും പൊട്ടിക്കറിയാണ്, ബീരാനിക്കും പൊട്ടിക്കറിയാണ് കേട്ടോ. ഭയങ്കര സൂപ്പറായിട്ടുള്ള അഭിനയമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇത് കാണുമ്പോൾ രേവതി സച്ചി ഒരു ദിവസം സത്യ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിയോട് പറയണ്ട, രവീന്ദ്ര ശ്രുതി നിങ്ങൾ മലേഷ്യക്ക് പോകണം, ഇനിയിപ്പോൾ നിങ്ങളവിടെ പോയിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും നോക്കണമെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെ എനിക്ക് കാണണം, എൻ്റെ അച്ഛനെ എനിക്ക് കാണണം, ഇളയച്ച എൻ്റെ അച്ഛനെ എനിക്ക് കാണണം, എൻ്റെ അച്ഛനെ എനിക്ക് കാണണം, എന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് ശ്രുതി വല്ലാണ്ട് കിടന്ന് കരയണുണ്ട്. ഭയങ്കര ആക്ഷനാണ്. അപ്പോൾ വീരാനിക്ക പറയും, മോളെ നീ ഇങ്ങനെ കരയല്ലേ, പോയത് പോയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി പറയും, ഈശ്വര കോടീശ്വരനാണല്ലോ മരിച്ചേക്കണ്. അപ്പോൾ ശ്രുതിനെ ഇനി മലേഷ്യക്ക് കൊണ്ടുപോകേണ്ട കാര്യം പറയുമ്പോൾ ഇളയച്ചൻ പറയും, ശ്രുതിനെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട, കാരണം ഇനി ചിലപ്പോൾ അവിടെയുള്ള ഒരു ശ്രുതിനെ ആവും കൊല്ലുണ്ടാവുക. കാരണം അദ്ദേഹത്തിന് കോടിക്കണക്കിന് സ്വത്തുക്കളൊക്കെ ഇനി ശ്രുതിയുടെ പേർക്കാണല്ലോ. അപ്പോൾ ശ്രുതി മലേഷ്യയിലെത്തി ഉറപ്പായിട്ട് ശ്രുതിനെയും കൊല്ലുമെന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, ശ്രുതി നമുക്ക് പോകണ്ട മലേഷ്യക്ക് എന്നൊക്കെ പറയാണ്. അപ്പോൾ ആ സമയത്ത് ചന്ദ്രമതി, ഈശ്വര അപ്പോൾ കോടിക്കണക്കിന് സ്വത്തം ഇനി ശ്രുതിക്ക് കിട്ടില്ലേ, ഒക്കെ പോയോ, ശ്രുതിക്ക് ഇനി ഒന്നും ഇല്ലാണ്ടായോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വത്തൊക്കെ പോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി പറയാണ്, കേട്ടില്ല അച്ഛാ, ഒരാളിവിടെ മരിച്ചു എന്ന് പറഞ്ഞ വാർത്ത കേൾക്കുമ്പോൾ അമ്മയ്ക്ക് സ്വത്തിലാ കണ്ണെന്ന് പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സിലാക്കണം, തള്ളയ്ക്ക് ഇപ്പോഴും സ്വത്തിലാ കണ്ണ്, തള്ളയ്ക്ക് ഇപ്പോൾ സ്വത്ത് പോകുമെന്നുള്ള വിഷമം എന്നൊക്കെ അങ്ങനെ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇളയച്ചൻ പറയും, ചേച്ചി നിങ്ങളൊന്നും കൊണ്ടും പേടിക്കണ്ട, ശ്രുതിക്ക് കിട്ടാനുള്ള സ്വത്ത് ശ്രുതിക്ക് തന്നെ കിട്ടും, അതൊക്കെ ശ്രുതിയുടെ കയ്യിൽ തന്നെ വന്നു ചേരും പറയുമ്പോൾ ശ്രുതി വിചാരിക്കുന്നുണ്ട്, ഈശ്വര ഇയാളത് എന്തൊക്കെയാണ് പറഞ്ഞ് പിടിപ്പിക്കണേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചന്ദ്രമതിക്ക് സന്തോഷമാവും, ആണല്ലേ, സമാധാനമായി ശ്രുതി മോള് വിഷമിക്കേണ്ട മോളെ, മോളുടെ സ്വത്തൊന്നും എവിടേക്കും പോയില്ല. അപ്പോൾ ശ്രുതി ഓടി വന്നിട്ട് പറയാം, ശ്രുതി വിഷമിക്കേണ്ട, ശ്രുതിയുടെ സ്വത്തൊന്നും എവിടേക്കും പോയില്ല, ശ്രുതിക്ക് തന്നെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയും മോനും സ്വത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ശ്രുതിനെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് എൻ്റെ അച്ഛനെ എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞ് ശ്രുതി ബോധം കെട്ട് അഭിനയിക്കണു. അത് കാണുമ്പോൾ ശ്രീകാന്ത് അടുക്കളയിൽ പോയി വെള്ളം കൊണ്ടുവന്ന് ശ്രുതിയുടെ മുഖത്തൊഴിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ശ്രുതിക്ക് ബോധം വരണ പോലെ ശ്രുതി അഭിനയിക്കുന്നു. ആകെ ഗംഭീരമായിട്ടുള്ള ഒരു ഡ്രാമയാണ് ചന്ദ്രോദയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരും ആകെ ഷോക്കായി, ശ്രുതിയുടെ അച്ഛൻ മരിച്ചു പറഞ്ഞിട്ടുള്ള ആകെ ഷോക്കായി. അപ്പോൾ ഇളയച്ചൻ പറയുന്നുണ്ട്, ശരി എന്നാൽ ഞാൻ ഇറങ്ങട്ടെ പറയുമ്പോൾ, പോവാണോ, നിങ്ങളെന്താ ഇത്ര പെട്ടെന്ന് പോകണേ, നിങ്ങളിപ്പോൾ തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിനെ സമാധാനിപ്പിക്കാൻ ആരാന്നൊക്കെ ചോദിക്കേണ്ട രവീന്ദ്രൻ. അല്ല, എനിക്ക് പോയേ പറ്റൂ, എനിക്കിനി മലേഷ്യക്ക് എന്തായാലും പോകാൻ പറ്റില്ല, മലേഷ്യക്ക് പോയി കഴിഞ്ഞാൽ ഞാനവിടെ കാല് കുത്തി എന്നെ അവർ കൊല്ലും, അതുകൊണ്ട് മലേഷ്യക്ക് എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ മംഗലാപുരത്തേക്ക് പോവാണ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, കുറച്ച് തൂക്കി വിൽക്കാനുണ്ടെന്ന് പറയുമ്പോൾ, സച്ചി തൂക്കി വിൽക്കാനോ, ഞാൻ അങ്ങനെ പറഞ്ഞോ, പറഞ്ഞല്ലോ, ഇളയച്ചൻ എന്താ തൂക്കി വെക്കേണ്ട കാര്യം പറഞ്ഞാൽ, അതോ നമ്മുടെ മനസ്സിൽ സങ്കടവും ടെൻഷനൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് മുഴുവൻ യാന്ത്രികമായിരിക്കും, അങ്ങനെ തോന്നിയതാണ് എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തടി തപ്പാണ് കേട്ടോ ഇളയച്ചൻ. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ സച്ചിക്ക് രേവതിക്ക് ഇപ്പോൾ വീണ്ടും സംശയം അയാളുടെ പെരുമാറ്റം. കാരണം അയാൾ എല്ലാവരും കരയുമ്പോൾ കൂളിംഗ് ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നല്ല അഭിനയമുണ്ട് എന്ന് പറയുമ്പോൾ സച്ചി ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം യാത്ര പറഞ്ഞിട്ട് അവിടെ തടി തപ്പാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഫുള്ളായിട്ട് ശ്രുതിയുടെ ഇല്ലാത്ത അച്ഛൻ മരിച്ചു എന്നുള്ള കള്ളക്കഥയും പറഞ്ഞു വന്നിട്ടുള്ള എപ്പിസോഡാണ് ഇന്ന്. ചന്ദ്രോദയം കുലുങ്ങിയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് വരുന്നത്. അപ്പോൾ കൂട്ടുകാർ, ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ ഇതാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ കഥ കേട്ട് സപ്പോർട്ട് ചെയ്ത കൂട്ടുകാർ ഇതുപോലെ തന്നെ വീണ്ടും എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ ഒന്ന് കാണാൻ നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്ദി.